തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിലെ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. ജലനിധി പൈപ്പ് തകരാറിലായത് പരിഹരിക്കാൻ കുഴിച്ച കുഴി തകരാർ പരിഹരിച്ചിട്ടും മൂടിയില്ലെന്ന് പരാതി. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം KK റോഡിൽ 3 ആഴ്ച മുമ്പെടുത്ത കുഴിയാണ് മൂടാതെയുള്ളത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. രാവിലെ 10-ന് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റു ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി അദ്ദേഹം പറഞ്ഞു. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തും. പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാകും. തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും. നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. സമഗ്ര വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ജീവനക്കാരുടെ സഹകരണവും പിന്തുണയും ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമായിരുന്നു. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക് എഞ്ചിനീയറിംഗിൽ BTech ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. മീഡിയ ടൈം, തൃശൂർ. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന ലോറി ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ആമ്പല്ലൂർ സെൻട്രൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ. വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം. മീഡിയ ടൈം, പുതുക്കാട്. പഞ്ചായത്ത് അധികൃതർ റോഡ് പൊളിച്ചതുമൂലം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നുവെന്ന് പരാതി. മാള കോട്ടമുറി കോട്ടേപ്പാടം റോഡാണ് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചത്. ജൂൺ അവസാനമാണ് സംഭവം. കൂടുതൽ വീടുകളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനായാണ് റോഡ് പൊളിച്ച് വെള്ളം ഒഴുക്കിവിട്ടതെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. കോട്ടപ്പാടം ഈ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം പഞ്ചായത്ത് അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാ വർഷവും, അതായത് എല്ലാ വർഷവും ഈ 2018 പ്രളയത്തിന് ശേഷം ഈ പറയുന്ന ഈ സൈഡിൽ കാണുന്ന വീടുകളിൽ എല്ലാ വീടുകളിലും വെള്ളം കയറി. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ ഇവരെ ഈ പറഞ്ഞ ക്യാമ്പിലേക്ക് അയച്ചതാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ നമ്മളെ കണ്ടതും. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ അധികാരികളൊക്കെ വന്ന് കണ്ടിട്ടാണ് നമ്മൾ ഈ ചപ്പാത്ത് നിർമ്മിക്കാനായിട്ട് തീരുമാനമെടുത്തതും. ഇതിനുവേണ്ടി പെറ്റിവർക്കിൻ്റെ പൈസ വെച്ചതും പഞ്ചായത്ത് അധികൃതരാണ് അത് പൊളിച്ചത്, അല്ലാണ്ട് അത് മെമ്പറല്ല. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ 12 വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഈ 2018 പ്രളയത്തിന് ശേഷം ഉണ്ടായ ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെ സംഭവം ചെയ്യേണ്ടി വന്നത്. അത് ഒഴുകി പോകുന്നത് തൊട്ടപ്പുറത്തെ വൈന്തോട്ടിലേക്കാണ് പോകുന്നത്. അതിന് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലായി. നമ്മൾ ചെയ്തത് ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്തത്. 2018 പ്രളയം ബാധിച്ച പ്രദേശമാണിവിടം. ശക്തമായി മഴ പെയ്യുമ്പോൾ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ഇലഞ്ഞിക്കൽ മേരി അന്തോണിയുടെ പറമ്പിലേക്കാണ്. ഈ പറമ്പിലൂടെയാണ് ഇപ്പോൾ മഴ പെയ്താൽ വൈന്തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നത്. തങ്ങളോട് ആലോചിക്കാതെയാണ് റോഡ് പൊളിച്ച് പറമ്പിലൂടെ വെള്ളം ഒഴുക്കി വിടുന്നതെന്നാണ് മേരിയുടെ പരാതി.
47 കൊല്ലമായി ഞങ്ങൾ ഇത് മേടിച്ചിട്ട്. ഇന്ന് വരെ ഇതിലെ വെള്ളത്തിന് ഒരു തടസ്സം പോകാനോ ഒന്നും ആരായിട്ടും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം പെട്ടെന്ന് വന്നിട്ട് ഇത് പൊളിച്ചത് അവർ ടാറിങ്ങിലോട് പൊളിച്ച് ഞങ്ങളുടെ പറമ്പിലേക്ക് വെള്ളം വിട്ടേക്കണത്. അത് ഞങ്ങൾക്ക് അതിലെ വെള്ളം പോകാനോ പൈപ്പ് ഇടാനോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ കൊടുക്കില്ല. അത് ആദ്യം പോയ സ്ഥലത്തെ കൂടെ തന്നെ വെള്ളം പൈപ്പിട്ട് കൊണ്ടുപോയി എങ്ങനെയും ചെയ്തോളൂ. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒന്ന് കാര്യം പറയാൻ കാരണവർക്ക് പാടില്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കണം. എല്ലാത്തിനും കാര്യങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾ ഒരു പ്രശ്നത്തിൽ പോയിട്ടുമില്ല, വെള്ളത്തിൽ പോയിട്ടുമില്ല ഇന്നവരെ. ഇപ്പം ഈ മലവെള്ളം വന്നപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും വെള്ളം കയറി വെള്ളം പോയി അങ്ങനെ പോയുള്ളൂ. ഇന്ന് വരെ ഈ അയൽക്കാരായിട്ട് ഒരു വെള്ളത്തിന് പ്രശ്നം വന്നിട്ടില്ല ഇവിടെ. ഇപ്പം ഇത് പെട്ടെന്ന് പൊളിക്കാൻ കാരണം ഞങ്ങളുടെ പറമ്പിൽ തുടങ്ങി പൈപ്പ് ഇടാനോ ഈ വെള്ളം കളയാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടണം. വിഷയം സൂചിപ്പിച്ച് മേരി പഞ്ചായത്തിൽ പരാതി നൽകി. പരാതി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സ്ഥലം സന്ദർശിച്ചുവെന്നും വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് റോഡ് പൊളിച്ചതെന്നും പറയുന്നു. റോഡ് പണിയുന്നതിന് മുൻപ് മഴവെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടി കനാലിലേക്ക് ഒഴുകിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് റോഡ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ റോഡിന്റെ ഉയരം കൂടിയത് മൂലം ഇവിടെ വെള്ളം ഒഴുകിപ്പോകാതെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന അവസ്ഥയായി. അതുകൊണ്ടാണ് പഞ്ചായത്ത് റോഡ് പൊളിച്ച് വെള്ളം കനാലിലേക്ക് ഒഴുക്കിവിട്ടതെന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. ഫണ്ട് ലഭിക്കുന്നതനുസരിച്ച് എത്രയും പെട്ടെന്ന് വെള്ളം ഒഴുക്കിവിടാൻ ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. മീഡിയ ടൈം, മാള. ജലനിധി പൈപ്പ് തകരാറിലായത് പരിഹരിക്കാൻ കുഴിച്ച കുഴി തകരാർ പരിഹരിച്ചിട്ടും മൂടിയില്ലെന്ന് പരാതി. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം KK റോഡിൽ 3 ആഴ്ച മുമ്പെടുത്ത കുഴിയാണ് മൂടാതെയുള്ളത്. മാളയിലെ ഏറ്റവും തിരക്കുള്ള ജില്ലാ പഞ്ചായത്ത് റോഡിൽ തുറന്നു കിടക്കുന്ന കുഴി ഗതാഗത തടസ്സത്തിനും അപകടത്തിനും വഴിയൊരുക്കുന്ന അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ്. സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുന്ന ആംബുലൻസിനടക്കം ഈ കുഴി മൂലം ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായാണ് പരാതി. സമീപത്തെ കച്ചവടക്കാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും കുഴി മൂടാൻ ജലനിധി അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും കളക്ടർക്കും പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ നഗരസഭയോ അറിയാതെ പറവൂരിൽ റോഡരികിൽ തണൽ വിരിച്ച് നിന്നിരുന്ന 50 വർഷത്തിലേറെ പഴക്കമുള്ള വാഗമരം മുറിച്ചു നീക്കിയതായി ആക്ഷേപം. പറവൂർ KMK കവലയിൽ വൈപ്പിനിലേക്ക് പോകുന്നവരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനു സമീപം നിന്നിരുന്ന വലിയ വാഗപ്പൂമരമാണ് രാത്രിയുടെ മറവിൽ മുറിച്ചു നീക്കിയത്. മരം മുറിച്ച് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ മതിലരികിലും കൊമ്പും ചില്ലകളും മുറിച്ച് റോഡരികിൽ ഇലക്ട്രിക് പോസ്റ്റിന് ചുവടെയായും കൂട്ടിയിട്ടിട്ടുണ്ട്. മരം നിന്ന സ്ഥലത്ത് സിമന്റ് തറയോട് ചേർത്താണ് മരം മുറിച്ചു നീക്കിയിട്ടുള്ളത്. തണൽ മരം മുറിച്ചു നീക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. H1N1 പനി ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് പഞ്ചായത്ത് ഓളനാട് കുരിയപ്പറമ്പ് ഇളവന്തുരുത്തിൽ ലിബു നയന ദമ്പതികളുടെ മകൻ 4 വയസ്സുള്ള ലിയോണാണ് മരിച്ചത്. വ്യാഴാഴ്ചയാണ് ലിയോണിനെ ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രി 8:30 മരിച്ചു. പാനായിക്കുളം ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. 12-നാണ് അവസാനമായി ക്ലാസ്സിലെത്തിയത്. അന്നു മുതൽ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പള്ളിപ്പുറത്തുള്ള അമ്മയുടെ വീട്ടിൽ പോയ ലിയോൺ തിങ്കളാഴ്ച ഒളനാടുള്ള വീട്ടിൽ തിരിച്ചെത്തി. പനി ശക്തമായതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള കാർമൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പനി കൂടിയതിനെ തുടർന്നാണ് ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംസ്കാരം നടത്തി. ചാലക്കുടി പരിയാരം സർവീസ് സഹകരണ ബാങ്കിന് മികച്ച പ്രവർത്തന മികവിനുള്ള അവാർഡ് ലഭിച്ചതായി പ്രസിഡന്റ് KJ ഉറുമിസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്കിന് നേരത്തെ കേരള ബാങ്കിന്റെ എക്സലൻസ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ A ഗ്രേഡ് നിലനിർത്തുന്ന ബാങ്കിന് പരിയാരം, കോടശ്ശേരി, അതിരപ്പള്ളി എന്നീ പഞ്ചായത്തുകളിൽ ബ്രാഞ്ചുകൾ ഉള്ളതായും അറിയിച്ചു. ലോക്കർ സംവിധാനം, രോഗബാധിതർക്ക് ചികിത്സാ സഹായ പദ്ധതി, മരണസഹായ നിധി, ആദ്യകാല അംഗങ്ങൾക്ക് ആശ്രയ പെൻഷൻ പദ്ധതി, കർഷക സേവന കേന്ദ്രം തുടങ്ങിയ സേവനങ്ങളും നൽകുന്നുണ്ടെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഡയറക്ടർമാരായ KD വർഗീസ്, MO ഡേവിസ്, ജോഷി പടിഞ്ഞാക്കര, പ്രിൻസ് മുണ്ടൻമാണി, സെക്രട്ടറി ഇൻചാർജ് MV ഡെന്നി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളാങ്കല്ലൂർ പാലപ്രക്കുന്ന് അങ്കണവാടി കെട്ടിടത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഫിറ്റ്നസ് സെന്ററിന് ലഭ്യമാക്കിയത്. സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുകേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷീല അജയ് ഘോഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ്, വെള്ളാങ്കലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്മ ബി ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിയോ ഡേവിസ്, സിന്ധു ബാബു, വാർഡ് മെമ്പർമാരായ ഷംസു വെളുത്തേരി, സിമി റഷീദ്, അംഗൻവാടി ടീച്ചർ സീമന്തിനി സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ജീവനക്കാർ, വാർഡ് നിവാസികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി എ പ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിന്നാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ VA അബ്ദുൽ കരീം, A അഷറഫ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സോയ് കോലംചേരി, KK രവി നമ്പൂതിരി, വക്കച്ചൻ അമ്പൂക്കൻ, MA ജോജോ, ജോയ് മണ്ടകത്ത, മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് ആത്തപ്പള്ളി, ബൈജു കണ്ടപ്പശ്ശേരി, PK തിലകൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രേമ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിപ്രസാദ്, ജോഷി കാഞ്ഞൂത്തറ, ഷിൻഡോ എടാട്ടുകാരൻ എന്നിവർ പങ്കെടുത്തു. KI നജീബ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും വെള്ളാങ്കലൂർ പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റിയുടെയും മെഡിഗ്രീൻ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ KI നജാഹ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. AR രാമദാസ്, AA മുസമ്മിൽ, ചന്ദ്രൻ കൃഷ്ണകുമാർ, അബ്ദുൽ നാസർ, കാശി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്കലൂർ ലിങ്ക് സെന്റർ 7ാം വാർഷികം ആഘോഷിച്ചു. കോണത്തൂന്നിൽ നടന്ന വാർഷികാഘോഷം മറിമായം പഞ്ചായത്ത് ജെട്ടി സിനിമ ടീം, മണികണ്ഠൻ പട്ടാമ്പി, M സലിം ഹസൻ, വിനോദ് കോവൂർ, നിയാസ് ബക്കർ, ഉണ്ണിരാജ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും ഒക്കെ കഴിഞ്ഞത് ഒരു സിനിമ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ സിനിമ 26-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഇവിടെ നിങ്ങളടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലും ഉണ്ടാകും. കഴിയുന്ന ആളുകൾ, മറിമായൊക്കെ കാണുന്ന ആളുകൾ സിനിമ പോയി കാണാൻ വിജയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നതിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാനും സഹകരിക്കാനും ഞങ്ങൾ ഒരുക്കമാണ് ഈ അവസരത്തിൽ പറയുക. വെള്ളാങ്കലൂർ ആൽഫ പാലിയേറ്റീവ് കെയർ ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മെഹർബാൻ ഷിഹാബ്, യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് K ജേക്കബ്, കരൂപ്പടന്ന K&J പ്രിൻസിപ്പൽ ഭീരൻ P സെയ്ദ്, മധുരകം പടിയൂർ പീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സോഫിയ, പ്രോഗ്രാം കോർഡിനേറ്റർ ആൻസി V ജോസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് PS റഫീഖ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, ലത ഉണ്ണികൃഷ്ണൻ, KS ഗൈസാബ്, LC പോൾ, വാർഡ് കൗൺസിലർ CS സുമേഷ്, പ്രിൻസിപ്പൽ C പുഷ്കല, ഹെഡ്മിസ്ട്രസ് ഷൈനി ആന്റോ, V രാജേഷ്, M സീന, KH ബിന്നി, നിമ്മി മേപ്പുറത്ത്, PB രഘു, ജിൻസി സമീർ എന്നിവർ സംസാരിച്ചു. ആളൂർ രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗമഗ്രാമ മാധവാചാര്യ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ 10 ഇലക്കറികൾ തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. മത്തനില, കുമ്പളയില, പയറില, ചേമ്പില, തുമ്പയില, ചീര, തകര, തഴുതാമ, വെള്ളരിയില, ചേനയില എന്നീ 10 ഇലകൾ ഉപയോഗിച്ചാണ് 10 ഇലക്കറി തയ്യാറാക്കിയത്. കൂടാതെ 10 ഇലകളുടെ പ്രദർശനവും സംരക്ഷണം, ഔഷധ ഉണ്ട നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചു. മാതൃസംഗമത്തിലെ അമ്മമാരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ കർക്കിടക മാസാചരണം വരും തലമുറയിലേക്ക് പ്രകൃതിയെ തൊട്ടറിയാനുള്ള വേദിയായി മാറി. പൂർവിക അറിവ് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം.
ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിലെ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. ജലനിധി പൈപ്പ് തകരാറിലായത് പരിഹരിക്കാൻ കുഴിച്ച കുഴി തകരാർ പരിഹരിച്ചിട്ടും മൂടിയില്ലെന്ന് പരാതി. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം KK റോഡിൽ 3 ആഴ്ച മുമ്പെടുത്ത കുഴിയാണ് മൂടാതെയുള്ളത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.